നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുള്ളു. ഇന്നത്തെ വീഡിയോ അതായത് 16/7/2026 വ്യാഴാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വിലയും. സ്വർണ്ണവില ഇന്ന് നോക്കുമ്പോൾ ഏറെയും കുറഞ്ഞ് സ്വർണ്ണവില 1 ഗ്രാമിൻ്റെ മുകളിൽ 25 രൂപ, 1 പവൻ്റെ മുകളിൽ 200 രൂപയാണ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇന്നലെ സ്വർണ്ണവില കൂടിയിരുന്നു. ഇനി 22 ക്യാരറ്റ് 13,135, 1 പവൻ 1,05,080. അതുപോലെ 24 ക്യാരറ്റ് 14,329, 1 പവന് 1,14,632. അതുപോലെ 18 ക്യാരറ്റ് 10,747, 1 പവൻ 85,976. ഇതാണ് ഇന്നത്തെ വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇറാനും US-ഉം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ ഇടയിലാണ് സ്വർണ്ണവില ഈ ചാഞ്ചാട്ടം പ്രകടമാകുന്നത്. അതായത് സ്വർണത്തിന് ചാഞ്ചാട്ടം തുടരുന്നു കേരളത്തിൽ. അതേസമയം വെള്ളി വില ഇപ്പോൾ 1 ഗ്രാമിന് 235 രൂപ, 10 ഗ്രാമിന് 2,350 രൂപയാണ്. ഇപ്പോൾ വെള്ളിപ്രേമികളും കൂടുകയാണ് നമ്മുടെ നാട്ടിൽ. അതേസമയം ഇന്ന് വൈകിട്ട് റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കുതിച്ചുയരുകയാണ്. ഇന്നത്തെ കോട്ടയം RSS 4 282, RSS 5 കിലോ 278, ISN 20 243, ലാറ്റക്സ് 60% DHL 184 രൂപ 90 പൈസ. ഇതാണ് കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 282, RSS 5 കിലോ 278. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 274, RSS 5 കിലോ 271. അതേസമയം ആഭ്യന്തര വില കൂടിയെങ്കിലും രാജ്യാന്തര വിലയിൽ ഇപ്പോൾ ചെറിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. വിദേശ വില ബാങ്കോക്ക് RSS 1 294, 64 പൈസ, RSS 2 292 രൂപ 92 പൈസ, RSS 3 291 34 പൈസ, RSS 4 290 രൂപ 48 പൈസ, RSS 5 290 രൂപ 5 പൈസ. ഇതാണ് വിദേശ വില. ഇന്നത്തെ വൈകിട്ടത്തെ റബ്ബർ വില രാവിലെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ RSS 4-ഉം 5-ഉം ലാറ്റക്സും ISN-എല്ലാം കുതിച്ചിരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും കേരള സർക്കാർ ജൂൺ 15-ന് സൗജന്യ KSRTC യാത്ര സ്ത്രീകൾക്ക് നടപ്പാക്കി. ഇനി അടുത്തൊരു പദ്ധതിയാണ് കേരള സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി കേരള സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം സമഗ്ര 2026 ജൂലൈ 23-ന് കൊച്ചിയിൽ വെച്ച് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. 15,000 ഗുണഭോക്താക്കൾക്ക് 100 കോടിയുടെ വായ്പാ വിതരണം നടത്തും. നിർമ്മാണ മേഖലയിൽ വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ വായ്പാ സഹായത്തോടുള്ള പലിശരഹിത പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പാ പദ്ധതി, വിരമിച്ച ജീവനക്കാർക്കുള്ള സീനിയർ സെക്യൂർ വായ്പാ പദ്ധതി എന്നീ 2 പുതിയ പദ്ധതികളും മുഖ്യമന്ത്രിയും ധനമന്ത്രി കൂടിയായ VD സതീശൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. അതായത് ഈ പദ്ധതിയിലൂടെ നാട്ടിൽ സംരംഭകത്വം വളരട്ടെ, കിട്ടേണ്ടവർക്ക് കിട്ടുകയും ചെയ്യുക. കൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്ര സമയം ക്ഷമയോടെ കേട്ടിരുന്നത് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.